മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ നിരവധി അഭിപ്രായങ്ങൾ വിവരിക്കപ്പെട്ടിട്ടുള്ള ഇങ്ങനെയൊക്കെ ആയപ്പോഴുള്ള ബന്ധമുള്ള വെച്ചു കൊടുക്കുന്നതോ അങ്ങനെയുള്ള ആളുകളെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇത്തരം യോഗങ്ങളിൽ തന്നെ വന്നുകൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള ആളുകളെ യഥാർത്ഥത്തിൽ ഇൻവോൾവ് ചെയ്ത് കണ്ടിട്ട് അവർക്ക് ഈ വയോജന കമ്മീഷന്റെ പ്രവർത്തനം അങ്ങനെ ആയിരിക്കുന്നതിനെ സംബന്ധിച്ച് അവരുടെ കൂടി അഭിപ്രായം കേൾക്കുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വയോജനങ്ങളുടെ പ്രശ്നം. വയോജനങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അവരെ മാത്രമായിട്ട് ബാധിക്കുന്ന പ്രശ്നമല്ല. 60 വയസ്സിനും വേണ്ടി പ്രായമുള്ള ആളുകളാണ് രംഗിക്കുന്ന മഹാഭൂരിപക്ഷമാണ്. നമ്മുടെ വീടുകളിലെടുത്ത് വീടിനെ പരിശോധിച്ചാൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മാത്രം പ്രശ്നമാണ് അല്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ ഞാന് ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത് വരെ CPIഎമ്മിന്റെ വളരെ സജീവമായ നേതൃത്വത്തിൽ നിന്ന് സംസ്ഥാനത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മുടെ LDF ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഗവൺമെന്റ് നേതൃത്വം പ്രധാനപ്പെട്ട പാർട്ടി CPIഎം ആണ്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആളുകൾ പറഞ്ഞാൽ പല കാര്യങ്ങളും നടക്കുമെന്ന് ധരിച്ചുകൊണ്ട് പല സുഹൃത്തുക്കളും അവരുടേതായിട്ടുള്ള അവരാരും ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതിന് സർക്കാർ ജീവനക്കാർ വരുമ്പോൾ പ്രധാനമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ട്രാൻസ്ഫർ പോസ്റ്റിംഗ്സ് ആണ്. ഇപ്പോൾ കാസർഗോഡുള്ള ആളുടെ തിരുവനന്തപുരത്തുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മലപ്പുറത്തുള്ള ആളുടെ തിരുവനന്തപുരത്തേക്കില്ല. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? കാസർഗോഡത്തെ ഒരാളിനെ കൊല്ലത്തേക്കോ തിരുവനന്തപുരത്തേക്കോ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവരതിന് പറയുന്ന പ്രധാനപ്പെട്ട റീസൺ എന്താണ്? എൻ്റെ പിതാവിന് നല്ല സുഖമില്ല, അല്ലെങ്കിൽ എൻ്റെ മാതാവിന് സുഖമില്ല, അവർക്ക് ഇന്ന അസുഖമാണ്, അവരെ പരിഹരിക്കാൻ വേറെ ആളില്ല, ഞാൻ വീട്ടിലുണ്ടായാലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ വരും. ഞാനങ്ങനെ ട്രാൻസ്ഫർ ചോദിക്കുന്നത് തെറ്റാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ജീവിതം പ്രായമുള്ള ഒരാൾ അയാളുടെ പ്രശ്നം മാത്രമല്ല, ആ വീട്ടിലെ മറ്റുള്ള ആളുകളുടെ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വയോജനങ്ങളുടെയുള്ള പ്രശ്നങ്ങൾ വയോജനങ്ങളുടെ പ്രശ്നമായിട്ട് മാത്രം ചിന്തിക്കുന്നതല്ല, സമൂഹത്തിലെ മറ്റുള്ള ആളുകളുടെ പ്രശ്നമാണ്.